ഹായ് പറയ് ആ ഇന്ന് ഞങ്ങള് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ലീവാണ്, എനിക്ക് സൺഡേ ആണ്, അറിയാലോ, ലീവായിരിക്കും. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഇവർക്ക് ഡയറി ഒക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതാനുള്ളതൊക്കെ നോക്കുകയാണ്. പിന്നെ ഞാൻ ഇവർക്കിന്ന് നാളെ സ്കൂളിൽ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ എന്താ പരിപാടിയാണ്. സ്കൂളിൽ രുചിമേളന്നോ അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെ എന്തോ ആണ്, രുചിമേള അങ്ങനെ എന്തോ ആണ്. അത് മായ്ച്ചോ? വ്യാഴം എഴുതണം ഇവിടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഫുഡ് ഫെസ്റ്റ് ആണ് നാളെ. വാളം തന്നെ എഴുത്. ഇത് വെള്ളി, ഇവിടെ വ്യാഴം. ഇത് മായ്ച്ചിട്ട് ഇവിടെ വ്യാഴം എഴുത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഫുഡ് ഫെസ്റ്റ് ആണ് ഇവർക്ക് നാളെ ഉള്ളത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം, ഫുഡ്, അതായത് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒന്ന് പറഞ്ഞോട്ടെ. അയക്കില്ല, അതോ ചെവിട് പൊട്ടിക്കും. കേക്ക് ഉണ്ടോന്നാവോ, എന്നാലും ഞാൻ പറയാം. നാളെ ഫുഡ് ഫെസ്റ്റ് ഞാൻ പറയാൻ അയക്കുന്നില്ല, അതാണ് ഒരു കുഴപ്പം. ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും ആയില്ല. അപ്പോൾ അവർക്ക് എന്താ തൊപ്പി ഉണ്ടാക്കി കൊടുക്കണം അത്ര. ഷെഫുമാരുടെ തൊപ്പി ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന തൊപ്പി ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കട്ടോ. എന്താവുന്നൊന്ന് ദൈവം തമ്പുരാൻ അറിയാം. അതായത് മറ്റേ കുറച്ചും കൂടി നീട്ടമുള്ള പേപ്പറൊക്കെ വേണം ഉണ്ടാക്കാനൊക്കെ, പക്ഷെ ഇത് തികയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 അസൈൻമെൻറ്റ് പേപ്പർ എടുത്തിട്ട് ഒരെണ്ണം പകുതിക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ 2 പീസ്, എന്താ അത്യാവശ്യം 2, 3, 4, 4 പേപ്പർ എടുക്കണം. വ്യാഴം എഴുതാണ്ട് കുഞ്ഞു, ഡയറി എഴുതാനാണ്. ഡയറി എഴുതാൻ കാണുന്നുണ്ടോ? ഇവിടെ വീട്ടിൽ പിള്ളേരുള്ളടത്ത് ഇതാണ് അവസ്ഥ. ഡയറി എഴുതാൻ പോകുമ്പോൾ എങ്ങനെ വ്യാഴം എഴുതുക, എങ്ങനെ വെള്ളി എഴുതുക, നോക്കി എഴുതിയാ പോരെ അവർക്ക്. ണ്ടോ, ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇങ്ങനെ നോക്കും എന്താ എഴുതണ്ട്, എങ്ങനെ എഴുതണ്ട്. ഡയറി എഴുതാണ്, എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞ ടീച്ചർ അവരെ കൊണ്ട് തന്നെ എഴുതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് എഴുതിക്കണത്. ഇപ്പൊ നമ്മള് ഇത് ചെയ്യും. അവളെന്തേലും കാട്ടിക്കോട്ടെ. എനിക്ക് എന്തിനാ അവളെ നോക്കണം? എനിക്ക് ശനി ഇന്നലെ എന്താ ഉണ്ടായിന്ന് എഴുത്. ഇന്നലെ എന്താ ഉണ്ടായത്? ഇന്നലെ പാല് കിട്ടിയോ? എപ്പ പാല് കുടിച്ചു? ഇന്നലെ ട്യൂഷന് പോയില്ല നിങ്ങള്? ഇന്നലെ ട്യൂഷന് പോയി, ചിത്രം വരച്ചു, അങ്ങനെയൊക്കെ എഴുതണേ. നോർമലി കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു രസമാണല്ലോ. ഇവരുടെ കൂടെ വായക്ക് ഒരു ഒഴിവുണ്ടാവില്ല. നോർമലി അങ്ങനെയാണ്, വായക്കൊരു ഒഴിവുണ്ടാക്കി ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. ലച്ചുമോളെ ഒരു ഗ്യാപ്പ് കൊടു. അതിൽ പോയി ട്യൂഷന് പോയി ചിത്രം വരച്ചു, അത് കൊടുക്ക്, അത് എഴുതിക്കോ. നിങ്ങൾ ഇന്നലെ അത് ചെയ്തില്ലേ? എന്താ വാർത്തേ, എന്താ വേണ്ട എനക്ക് മാറൂ. ആ കുട്ടീനെ ഞാൻ കാണിച്ചു തരാം. ഇതായിരിക്കുന്നു, പഠിക്കാൻ ഇരുന്ന് ഒരു വാക്ക് എഴുതിയിട്ടുള്ളൂ. അപ്പോഴേക്കും അവൾക്ക് എപ്പോഴും പഠിക്കാൻ ഇരുന്ന അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, വെള്ളം കുടിക്കണം, ഉറക്കം വരുന്നു, എനിക്ക് വയ്യ, കാല് വേനിക്കണം, കൈ വേനിക്കണം. ഇങ്ങനെയാണ് അവരുടെ ഒരു പറച്ചിലുള്ള അമ്മമാർക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് A4 ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. അതിനല്ല ഇപ്പോൾ ചെയ്യുക അല്ലേ, അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതും വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. പാറു സംസാരിക്കാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യം അത്ര വലിയൊരു പേപ്പറാക്കി ഒട്ടിച്ചു, ഇങ്ങനെ വലിയൊരു പേപ്പറാക്കി ഒട്ടിച്ചു. ഇനി ഇതൊന്ന് ഉണങ്ങണം വരെ നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളെ പേപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 3 A4 ഷീറ്റിൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടാണ്. ഇങ്ങനെ വലിയൊരു പേപ്പർ ആക്കിയിട്ടുണ്ട്. ഞാൻ നമുക്കത് സെൻറ്റർ മടക്കി കൊടുക്കാം. സെൻറ്റർ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി റൗണ്ട് ഓഫ് ഫിഗർ വരട്ടെ. ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് കൊടുക്കും. ഡിന്നറും ഫുഡും ലഞ്ചും എല്ലാം ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ഷെഫിൻ്റെ കുന്ത്രാണ്ട് ഉണ്ടാക്കി. നമ്മൾ തൊപ്പി, ഷെഫിൻ്റെ തൊപ്പി ഉണ്ടാക്കി കണ്ടോ. അപ്പോൾ നമ്മൾ ഷെഫിൻ്റെ തൊപ്പി ഉണ്ടാക്കി. ഇനി അത് നമ്മൾ ഇത് കൂടെ ഹോൾസിൽ നമ്മൾ റെഡിയാക്കുക. ഇങ്ങനെ ഇതാക്കുക. ഹോൾസ് നമ്മളൊന്ന് കുറച്ച് വലുതാക്കി കൊടുക്കുക.
മനസ്സിലായണ്ടോ? ഇങ്ങനെയാണ് തൊപ്പി ഉണ്ടാവുക. ഷെഫിന്റെ തൊപ്പി ഉണ്ടാക്കി. ഷെഫ് തൊപ്പി ഉണ്ടാക്കി പറ. ഷെഫിന്റെ തൊപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മള് ഇങ്ങനെ ഷെഫിന്റെ തൊപ്പി റെഡി. ഷെഫിന്റെ തൊപ്പി നാളെ ഫുഡ് അല്ലേ, അപ്പൊ കണ്ടോ തൊപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നന്നായിട്ടില്ലേ? അങ്ങനെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഷെഫിന്റെ പണിയാണ്. നാളെ ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. ഫുഡ് ഫെസ്റ്റ് തൊപ്പിയൊക്കെ ഉണ്ടാക്കി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.